ഗൈസ് നമുക്ക് രാവിലെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. കുഴുവലിപ്പടിയിൽ നിന്നാണ് പിക്കപ്പ് കേട്ടോ. അങ്ങനെ ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് പോകണ വഴിക്ക് നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള CNG പമ്പിൽ നിന്ന് CNG ഫില്ല് ചെയ്യുകയാണേ. അങ്ങനെ ആ കസ്റ്റമറെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കളമശ്ശേരി കുസാറ്റിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നമ്മളൊരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. നമ്മൾ നോർത്ത് പറവൂരിലാണ് ഉള്ളത്. അപ്പോൾ നോർത്ത് പറവൂരിൽ നിന്ന് നമുക്കൊരു മലപ്പുറത്തേക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 136 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമ്മുടെ അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ഡ്രോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഗുരുവായൂർ വഴിയാണ് പോകുന്നത്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിരുന്നു കേട്ടോ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. പുതിയ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എത്താൻ പറ്റി. ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. ഇന്നെന്തത്ര ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ വഴിയിൽ കരിക്ക് കണ്ടപ്പോൾ കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കിയിട്ടേ അങ്ങനെ ഇവിടത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കരിക്കും മേടിച്ച് ഞാൻ കരിക്കും കുടിച്ചൊരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഇനി CNG ഫില്ല് ചെയ്യണം കേട്ടോ. 4 ഘട്ടം ഇനിയും ബാലൻസ് ഉണ്ട്. നമുക്ക് 178 കിലോമീറ്ററോളം ഓടാൻ പറ്റിയിട്ടുണ്ട്. ഹാഫ് ടാങ്ക് കഴിഞ്ഞതേ ഉള്ളൂ. നല്ല രീതിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. കാരണം ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ ബൈപ്പാസ് ആയിരുന്നു ഫുള്ള്. തിരക്കും കുറവായിരുന്നു. ഒറ്റ സ്ട്രെച്ചിലും കൊണ്ട് പോകാനായിരുന്നു. CNG ഒക്കെ ഫില്ല് ചെയ്ത് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുന്നുംകുളം വഴിയാണ് പോകുന്നത്. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് ലൊക്കേഷനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എയർപോർട്ട് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇവിടുന്ന്. എന്തായാലും നോക്കാം, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ കുന്നുംകുളം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയായിരുന്നു. ഏകദേശം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ കുന്നുംകുളം കഴിഞ്ഞ് കുറച്ച് പോയപ്പോഴത്തേക്ക് എനിക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. തൃശ്ശൂർ മണ്ണൂത്തിലോട്ടായിരുന്നു ആ ട്രിപ്പ്. അങ്ങനെ തൃശ്ശൂർ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാളിയേക്കര ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ബ്ലോക്കാണ്. നമുക്ക് എന്തായാലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് വെച്ച് പിടിക്കാം. നമ്മളങ്ങനെ എയർപോർട്ടിൽ ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് എയർപോർട്ടിൽ വണ്ടികളുടെ. ഞാനങ്ങനെ എയർപോർട്ടിൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി നിൽക്കാറില്ല. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ആലുവയിൽ ഒരു 3-4 ട്രിപ്പ് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടോ. കാക്കനാടേക്ക് ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ നിർത്തി. അത്യാവശ്യം നമ്മൾ ട്രിപ്പുകൾ കിട്ടിയല്ലോ, എല്ലാം ലോങ് ആയിരുന്നു. ഏകദേശം 9 ട്രിപ്പോടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ഇൻ്റർസിറ്റി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ.